അപ്പോൾ ഒരു 2 വീക്കിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് പുതുമുകളൊക്കെ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ആർട്ട് ചാനലിൽ. അപ്പോൾ പുതിയ വീഡിയോ ഒരു കംപ്ലീറ്റ് പോർട്രേറ്റ് ഡ്രോയിങ് കോഴ്സാണ്. നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പോർട്രേറ്റ് വരച്ചിട്ടില്ല. നമ്മൾ ഹെഡ് വരയ്ക്കുന്നത് ചെയ്തിട്ടുണ്ട്, ഹെയർ വരയ്ക്കുന്നത് ചെയ്തിട്ടുണ്ട്, മൂക്ക് വരയ്ക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഫ്രം സ്കെച്ചിങ്, ഷെയ്ഡിങ്, അതന്നെ ഫുൾ കംപ്ലീറ്റ് പ്രോസസ്സ്. ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഒരു പിക്ചർ അങ്ങനെ പ്രിൻ്റ് എടുക്കണം, പിന്നെ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോ മുതൽ ചെയ്യാൻ പോകുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ 3-4 വീഡിയോ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചാൽ, പോർട്രേറ്റിനെ കുറിച്ച് ഡൗട്ട് ചോദിച്ചാൽ, പോർട്രേറ്റ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന, പോർട്രേറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ഉള്ള ഈ ഒരു കോഴ്സിൻ്റെ പേര് ദ കംപ്ലീറ്റ് പോർട്രേറ്റ് ഡ്രോയിങ് കോഴ്സ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു പോർട്രേറ്റ് എങ്ങനെ സ്കെച്ച് ചെയ്യണം. നമ്മൾ മുമ്പ് ഗ്രിഡ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഗ്രിഡ് മെത്തേഡിൻ്റെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണണം. ഗ്രിഡ് മെത്തേഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ആണ്. അപ്പോൾ ഗ്രിഡ് യൂസ് ചെയ്യാതെ ഒരു 3 സ്റ്റെപ്പിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. സ്റ്റെപ്പ് 1, ഡ്രോ ഗൈഡ് ലൈൻസ്. ഞാനിവിടെ നമുക്ക് വരയ്ക്കേണ്ട പിക്ചർ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പിക്ചർ നിങ്ങളുടെ മൊബൈലിലാവാം, പക്ഷേ ഈ പ്രോസസ്സ് സെയിം ആണ്. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പിക്ചറിൽ ഗൈഡ് ലൈൻസ് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ്സ് ഈസി ആക്കാനുള്ള ചില ലൈൻസാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ ലൈൻസ് വരച്ച് കഴിഞ്ഞ് ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം മായ്ച്ച് കളയും. നമ്മുടെ ഫൈനൽ ഡ്രോയിങ്ങിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലൈൻസിനെയാണ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഗൈഡ് ലൈൻസ് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഗൈഡ് ലൈൻസ് വരയ്ക്കണക്ക് മുമ്പ് നമ്മുടെ ആ പിക്ചർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഷേപ്പ്, കാര്യങ്ങൾ അതൊക്കെ നോക്കണം. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പോർട്രേറ്റാണ് ചെയ്യുന്നത്, ഒരാളുടെ ഫേസാണ്. അപ്പോൾ ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് നോക്കുക. അപ്പോൾ നേരെ ഉള്ളൊരു ഫേസ് അല്ല, ചെരിഞ്ഞ് താഴോട്ട് നോക്കിയിരിക്കുന്ന ഫേസാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലൈൻ എന്ന് പറയുന്നത് ഒരു കെർവായിട്ടുള്ള ലൈനായിരിക്കും. അതായത് ഈ ഫേസിൻ്റെ മിഡിലൂടെ പോകുന്ന കെർവായിട്ടുള്ള ലൈൻ. ഞാൻ ഇതിവിടെ ഫോട്ടോയിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് ഒരു പേപ്പറിൽ വരയ്ക്കുക. അപ്പോൾ ആദ്യം ഫേസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കുക, അതിൻ്റെ മിഡിൽ ലൈൻ കണ്ടുപിടിക്കുക, മിഡിൽ ലൈനിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കുക, ആ ഷേപ്പ് സിമ്പിളായിട്ട് വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു HB പെൻസിൽ ഉപയോഗിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് വരയ്ക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ ഗൈഡ് ലൈൻ മിഡിലായിട്ടുള്ള ലൈൻ വരയ്ക്കുകയാണ്. ഗൈഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഈ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഗൈഡ് ലൈൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് മായ്ച്ച് കളയാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് വളരെ ലൈറ്റായിട്ട് നമ്മളിത് വരയ്ക്കുന്നത്. പേപ്പറിൽ നമ്മുടെ പെൻസിൽ അധികം പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഗൈഡ് ലൈൻ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് വരയ്ക്കുക നമ്മൾ ചെയ്യുന്നത്. അടുത്തത് കണ്ണിൻ്റെ പോർഷൻ ഗൈഡ് ലൈൻ വരയ്ക്കുകയാണ്. അതും ഒരു കർവാണ്. അത് താഴേക്ക് ഏകദേശം യു പോലത്തെ ഒരു കർവാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാണ്. അതായത് ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ആ വരുന്ന പോർഷൻ കർവായിട്ട് എടുക്കുക ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ അളവെടുക്കാം. ഇപ്പോൾ ഞാൻ പേപ്പറിൻ്റെ മുകളിൽ നിന്ന്, തലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കണ്ണടയുടെ നടുക്ക് വരെ എത്ര അളവുണ്ടെന്ന് നോക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഇത് മിക്കപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, നമ്മൾ ജസ്റ്റ് വേഗമായിട്ട് അളവെടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ പിക്ചർ നിങ്ങൾക്ക് ഇതുപോലെ അളവെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരു ഐഡിയ വെച്ചിരിക്കണം. പേപ്പറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആളുടെ ഫേസ് തുടങ്ങുന്ന ഒരു ഭാഗം വരെ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് വരെ എത്ര നീളമുണ്ടെന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം. അതുപോലെ തന്നെ ഞാൻ മൂക്കിൻ്റെ ഭാഗവും ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് അളവെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് അളവെടുക്കാനായിട്ട് സാധിക്കും. അഥവാ മൊബൈലിലാണ് ഫോട്ടോ എങ്കിൽ നിങ്ങളെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ മൂക്കിന് നീളം കൂടിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് ഒന്ന് മായ്ച്ച് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മൂക്ക് ആദ്യം വരയ്ക്കുന്നില്ല, അതിനുള്ള ഗൈഡ് ലൈൻസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മായ്ച്ച് കളയാനായിട്ട് എളുപ്പമുണ്ട്. മൂക്കിൻ്റെ താഴത്തെ ആ ഒരു ടിപ്പ് മാത്രം ഞാനൊന്ന് ഗൈഡ് ലൈനായിട്ട് മാർക്ക് ചെയ്തിടുന്നു. അങ്ങനെ ഓരോ പോർഷൻ മെയിനായിട്ടുള്ള എല്ലാം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നില്ല. മെയിനായിട്ടുള്ള ഫേസിലെ മെയിനായിട്ടുള്ള എലമെൻറ്റ്സ് മാത്രം, ചുണ്ട്, മൂക്ക്, കണ്ണിൻ്റെ വര, പിന്നെ തലയുടെ നടുക്കിലത്തെ ആ ഒരു ലൈൻ, അത്രയാണ് നമ്മൾ ഗൈഡ് ലൈൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഒരുവിധം ഡ്രോയിങ്ങിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ താടിയുടെ അവസാനം. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കിട്ടിയാൽ നമുക്ക് ഫേസിൻ്റെ ഷേപ്പ് ഏകദേശം വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഞാൻ നമ്മുടെ പേപ്പറിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഫേസിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻസ്. ഗൈഡ് ലൈൻസ് വരയ്ക്കുന്ന ഈ സ്റ്റെപ്പ് നിങ്ങൾ വിചാരിക്കും വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന്.
പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഈ ഗൈഡ് ലൈൻസിലുണ്ട്. അപ്പോൾ മാക്സിമം കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് വരയ്ക്കാൻ നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 2, ഡ്രോ ബേസിക് ഷേപ്സ്. ഇപ്പോഴും നമ്മുടെ ചിത്രം ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ ടൈമായിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫിഗറിനെ ബേസിക് ഷേപ്പാക്കി ഡിവൈഡ് ചെയ്യും. ബേസിക് ഷേപ്പ് എന്ന് പറയുമ്പോൾ സർക്കിള്, ട്രയാങ്കിള്, സ്ക്വയർ, റെക്റ്റാങ്കിള്, ഇതൊക്കെയാണ് ബേസിക് ഷേപ്സ്. പിന്നെ എലിപ്സും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൺവേർട്ടഡ് ആയിട്ടുള്ള ഷേപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ബേസിക് ഷേപ്പാക്കി ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത്രയും സിമ്പിളായിരിക്കും നമ്മുടെ ഡ്രോയിങ്. അപ്പോൾ ആദ്യമേ തന്നെ ഫുൾ കൺഫ്യൂഷൻ ആക്കാതെ ഫുൾ ഡീറ്റെയിലിംഗ് ചെയ്യാതെ അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുക. ഒരു സ്റ്റാർട്ട് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് അളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേസിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് നോക്കുക. അപ്പോൾ ഒരു ലോങ് എലിപ്സ് പോലെയാണ് ഷേപ്പ്. മുകളിൽ എന്തായാലും ഒരു സർക്കുലറാണ്, തല എന്തായാലും ഒരു സർക്കുലറാണ്. അപ്പോൾ ആ സർക്കിള് ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ പേപ്പറിൽ പ്രിൻറ്റിൽ ഞാൻ പെന്ന് വെച്ച് വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സർക്കിളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പറിൽ പെൻസിൽ വെച്ചിട്ട് സർക്കിൾ വരച്ചിടാം. അപ്പോൾ ഏകദേശം ആ സർക്കിളിൻ്റെ സൈസ് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഏകദേശം ഒരു സർക്കിളായാൽ മതി, ഫുൾ ഡീറ്റെയിലിംഗ് വേണ്ട. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഷേപ്പിലേക്ക് പോവാം. ബാക്കി ഒരു സ്ട്രെയിറ്റ് ലൈനാണ് താടിയുടെ ആ ഭാഗം വരുന്നത്, അതായത് കവിളിൻ്റെ ആ ഭാഗം വരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിടാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ഷേപ്പ് വെച്ച് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു സർക്കിളും താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇനി ജസ്റ്റ് ഒന്ന് അളവെടുക്കുന്നുണ്ട് ഈ ഒരു അറ്റത്തൊരു ഇത് കിട്ടാനായിട്ട്, സ്റ്റാർട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അളവെടുക്കാനായിട്ട് സാധിക്കും. പെൻസിൽ വെച്ച് തന്നെ ആക്യുറേറ്റ് അല്ലെങ്കിലും സിമ്പിളായിട്ട് അളവെടുക്കാം. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ തിരുത്തി പോകാനായിട്ട് സാധിക്കും. ഇനി വരയ്ക്കുക. ഇനി താഴേക്ക് താടിയുടെ ഭാഗം വരുമ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ആ ട്രയാങ്കുലർ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഫ്ലാറ്റായിട്ട് ബേസിക് ഷേപ്പല്ല വരയ്ക്കുന്നത്, അതിൽ ഓരോ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്ത് വരയ്ക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിൽ നമ്മൾ താടി വരച്ചു. ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴും വരയ്ക്കുന്നില്ല, പിന്നെ ചെവി വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഡ്രോയിങ് പ്രോഗ്രസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മുടെ ഡ്രോയിങ് കിട്ടും. ഗൈഡ് ലൈൻസ് ഉണ്ടാവും അതിൽ, പിന്നെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം വളരെ ലൈറ്റായിട്ട് നീറ്റായിട്ട് നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കണം. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുക, അതായത് ചിത്രം വരച്ച് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 3, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം സക്സസ് ആവണ വരെ എത്ര തവണ ഫെയിലായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇപ്പോൾ ഡ്രോയിങ്ങിൽ ഒരു ഡിഫറെൻറ്റ് ടെക്നിക്കാണത്. നമ്മൾ മൂക്ക് വരയ്ക്കാമെന്ന് വിചാരിക്കുക. മൂക്കിൻ്റെ ഷേപ്പ് നമ്മൾ ആദ്യത്തെ വരയിൽ തന്നെ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ശരിയാവണ അത്രയും തവണ വരയ്ക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഇറേസർ യൂസ് ചെയ്യാം. നമ്മുടെ ചിത്രത്തിൽ ഇത്ര നേരം വരെ നമ്മൾ ഇറേസർ യൂസ് ചെയ്തിട്ടില്ല, നമ്മളൊന്നും മാച്ചടഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വരുമ്പോൾ നമ്മൾ ഷേപ്പ് കറക്റ്റ് ആയില്ലെങ്കിൽ മാച്ചിട്ട് വീണ്ടും വരയ്ക്കാം. അപ്പോൾ ആദ്യം മൂക്കാണ് വരച്ചത്, മൂക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരയ്ക്കുക. പിന്നെ മീശ ഞാൻ വരയ്ക്കുന്നുണ്ട്, മീശയുടെ ഷേപ്പും കറക്റ്റായിട്ട് വരയ്ക്കുക. എപ്പോൾ തെറ്റുന്നു അപ്പോൾ തന്നെ നമ്മൾ മാക്കിയാൽ കറക്റ്റായിട്ട് വരയ്ക്കാം. അപ്പോൾ കറക്റ്റ് ആവണ വരെ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അൺടിൽ സക്സസ് ഇത് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പോർട്രേറ്റ് ഡ്രോയിങ് ചെയ്യുന്ന മിക്കവരിലും കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വരച്ച് കഴിഞ്ഞിട്ട് മാത്രമേ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കുകയുള്ളൂ. നിങ്ങൾ ഓരോ പോർഷൻ വരയ്ക്കുമ്പോഴും ഓരോ ഭാഗങ്ങൾ ആയിട്ട് വരയ്ക്കുമ്പോഴും അതിലെന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അപ്പം തന്നെ നോക്കി അപ്പം തന്നെ തിരുത്തണം. അല്ലെങ്കിൽ ലാസ്റ്റ് പിക്ചർ വരച്ച് ചെയ്യുമ്പോൾ ഹ്യൂജ് ഡിഫറൻസ് വരും. പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരയ്ക്കുന്ന ആളിൻ്റെ ആ ഒരു ഛായ കൃത്യമായിട്ട് ഡ്രോയിങ്ങിലേക്ക് വരണം. അപ്പോൾ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അതിനെ ബാധിക്കും. പുരികത്തിൻ്റെ ചെറിയൊരു അളവ് വ്യത്യാസമോ മൂക്കിൻ്റെ ഷേപ്പ് വ്യത്യാസമോ എല്ലാം അതിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ മിസ്റ്റേക്ക് വരുത്തുന്നു അപ്പം തന്നെ നമ്മൾ ഇറേസർ എടുത്ത് മാക്കിയാൽ വീണ്ടും വരയ്ക്കുക. അപ്പോൾ ലൈറ്റായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാക്കിയാൽ സാധിക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇത് വെച്ചിട്ട് നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുക, ഓരോ ഭാഗങ്ങളായിട്ട് വരച്ചെടുക്കുക. ബാക്കിയുള്ള മെത്തേഡ്സ് പോലെയുള്ള ഫ്രീ ഹാൻഡ് ഡ്രോയിങ് മെത്തേഡ്സ്
അത് ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കഴിവാണ്, ഒരു ബ്ലെസ്സിങ് പോലെയാണ് ശരിക്കും. അപ്പോൾ ഒരുപാട് വർഷം ഒരുപാട് ഡ്രോയിങ്സ് നോക്കി വരച്ച് നമ്മുടെ കണ്ണും മനസ്സും ആ ഒരു മെഷർമെൻറ്റ്, അതായത് ചിത്രത്തിലെ മെഷർമെൻറ്റ് നമ്മുടെ പേപ്പറിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ പ്രാക്ടീസ് തന്നെയാണ് ഇതിൻ്റെ കീ. പിന്നെ ഇതിൽ മാക്സിമം പറഞ്ഞു തരാൻ പറ്റുന്ന മെത്തേഡ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പ്രാക്ടീസ് എന്നുള്ളൊരു കാര്യം മറക്കരുത്. പ്രാക്ടീസിൻ്റെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണണം. പിന്നെ ഇതുപോലെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരുടെ ഫേസ് വരച്ച് പഠിക്കുക, ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് വരച്ച് പഠിക്കുക. പിന്നൊക്കെ എത്ര മെത്തേഡ്സും എത്ര അളവുകളും ഞാൻ പറഞ്ഞു തന്നാലും ഇതൊക്കെ നോക്കി വരയ്ക്കുന്ന ഒരാൾക്ക് ഒരുപാട് തവണത്തെ വര കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും അതുകൊണ്ട് സ്വായത്തമാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ടെക്നിക്ക് അറിയില്ലെങ്കിലും ഒരു ട്രിക്സ് നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾ ഒരു പടം നോക്കി കുറേ നാൾ വരച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. പിന്നെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ചിത്രം മാക്സിമം നോക്കി അതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഈ തല വരയ്ക്കാനും മൂക്ക് വരയ്ക്കാനും കണ്ണ് വരയ്ക്കാനും ചുണ്ട് വരയ്ക്കാനും ഒക്കെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കണ്ട ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ നോക്കി ഡയറക്റ്റായിട്ട് ഇതിലേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും കീ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ പ്രാക്ടീസാണ്. പ്രാക്ടീസ് ഒരിക്കലും മറക്കാതിരിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മെത്തേഡ് വഴി പെട്ടെന്ന് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞു ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ട് ഗ്രിഡ് മെത്തേഡ് അല്ലാതെ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് വരയ്ക്കാൻ. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്രീ ഹാൻഡ് തന്നെയാണ്. ഗ്രിഡ് വരയ്ക്കുന്നവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരുപാട് തവണ ഗ്രിഡ് വരച്ച് കഴിയുമ്പോൾ ആ ഗ്രിഡിൻ്റെ എണ്ണം കുറയ്ക്കണം. എന്നിട്ട് ലാസ്റ്റ് ഗ്രിഡ് ഇല്ലാതെ നിങ്ങൾക്കൊരു ചിത്രം നോക്കി വരയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ചിത്രകാരനായി മാറാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരാൾ പറയും നിങ്ങളുടെ അടുത്ത് എന്നെ ഒന്ന് നോക്കി വരയ്ക്കാവോ എന്ന് പറഞ്ഞാൽ സോറി എനിക്ക് ഗ്രിഡ് വേണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് മാക്സിമം നോക്കി വരയ്ക്കുക, ഒബ്സർവ് ചെയ്യുക, നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക, അതൊക്കെ ചെയ്യുക. ഗ്രിഡും നല്ലതാണ്, നല്ല ഗ്രിഡ് ഒരു സ്റ്റാർട്ടിന് വേണ്ടി യൂസ് ചെയ്യാം. ആ ഒരു സ്റ്റാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിലേക്ക് നിങ്ങൾ കിടക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ഗ്രിഡിലേക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ അടുത്തൊരു ഏരിയ, ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്നുള്ളൊരു ഏരിയ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ. അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം അതിൽ വരയ്ക്കുക, മാക്സിമം പടങ്ങൾ അതിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ചിത്രനായി മാറാൻ സാധിക്കും, എൻ്റെ ഉറപ്പുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും പോയി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പടം ഞാൻ ഇതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ സമയമെടുത്ത് ഒബ്സർവ് ചെയ്ത് പേപ്പർ വരയ്ക്കുമ്പോൾ നമ്മൾ പേപ്പറിലേക്ക് നോക്കും. വരച്ച് കഴിഞ്ഞ് ആ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും റെഫറൻസ് പിക്ചറിലേക്ക് നോക്കും. അങ്ങനെ സമയമെടുത്താണ് ഈ പടം വരച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും നീറ്റാക്കുന്നു അത്രയും നീറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോർട്രേറ്റ് ഡ്രോയിങ് എന്നൊരു കോഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യും. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ടൂൾസിനെ കുറിച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂള് പെൻസിൽ തന്നെയാണ്. അപ്പോൾ ഏത് പെൻസിലാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, ഏത് ബ്രാൻഡാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പുകളുണ്ട് പെൻസിൽ, അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അടുത്ത വീഡിയോ അതിനെക്കുറിച്ചാണ്. പെൻസിൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ബ്രാൻഡ് കമ്പാരിസൺ, ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണ്, സിമ്പിളായിട്ടുള്ള ഏറ്റവും നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്താൽ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും, അതാണ് അടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പോർട്രേറ്റ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും നമുക്കൊപ്പം കോഴ്സുകളിലൂടെ പഠിച്ചു പോകാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്യാമറമാനാണ് ഹായ് പറയണം. റെക്കോർഡിംഗ് ആണോ? ഉണ്ടല്ലോ. സൗണ്ട് കേട്ടോ ചെക്ക് ചെയ്യണം, സൗണ്ടാണ് ചെക്ക് ചെയ്യണം. ആലോചിക്കട്ടെ.
അപ്പോൾ നമ്മുടെ ഓണല്ലേ, ഒന്നുകൂടി വന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ഡ്രോയിങ് കോഴ്സിൻ്റെ പേര് മറന്നുപോയി. ലാസ്റ്റ് ഷോട്ടല്ലേ? പറയട്ടെ. കട്ട്. Cause I do what I like, yeah I do what I like, yeah I do what I